നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നടന്ന ഇ.ഡി. റെയ്ഡുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ വിവിധ ജില്ലകളിലും അതുപോലെ തന്നെ കേന്ദ്രത്തിലും അങ്ങ് ഡൽഹിയിലും പ്രതിഷേധം ശക്തമായിരുന്നു. മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയനെ അനാവശ്യമായി അദ്ദേഹത്തിന്റെ കൊച്ചുമകനെ പോലും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യയെ പോലും തടഞ്ഞു വെച്ചുകൊണ്ടുള്ള ഇ.ഡിയുടെ ഈ റെയ്ഡ്, അതും 8-8.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഇ.ഡിയുടെ റെയ്ഡ് നടക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് കൊണ്ടില്ലെങ്കിലും ഈ പറയുന്ന അടിമകൾക്കും അണികൾക്കും കൊള്ളുമെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. അത് തന്നെയാണ് നമ്മൾ എല്ലാവരും ഇന്നലെ കണ്ടാൽ അറിയുന്ന 300 പേർക്കെതിരെ ഇപ്പോഴത്തെ കേസെടുത്തിട്ടുണ്ട്. ആ കേസ് പറഞ്ഞ് പിറകെ നടക്കാൻ വീട്ടുകാരും തയ്യാറാകുന്നു എന്നാണ് വിചാരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ജെയ്ക് തോമസ് എന്ന ജെയ്ക്കിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. സംഗതി അദ്ദേഹം ആരാണെന്നോ അല്ലെങ്കിൽ ജെയ്ക്ക് അവിടെ പ്രതിഷേധിക്കാമെന്നാണോന്നും അറിഞ്ഞില്ല. എം.എ. ബേബിയുടെ അടുത്ത് നിൽക്കുന്നത് കണ്ടു. തന്നെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് വന്നപ്പോൾ 2 നിലവിളി കൂടെ വിളിച്ചു. എന്നാൽ പിന്നെ പോന്നേരെ എന്നുള്ള മട്ടിൽ ജെയ്ക്കിനെയും കൂടെ കൂട്ടി. സത്യത്തിൽ ജെയ്ക്കിനെ കണ്ടത് ആൾ തിരിച്ചറിയില്ല. കാരണം ഇവിടെ ഷർട്ടും മുണ്ടും ഒക്കെ ഇട്ട് എപ്പോഴും കാണുന്ന ജെയ്ക്ക് അങ്ങ് ഡൽഹിയിലെത്തിയപ്പോൾ പാൻറ്റും ടീഷർട്ടൊക്കെ ഇട്ട് മുടിയൊക്കെ പറ്റ വെട്ടി ആളെ അറിയാത്ത രീതിയിലാണ് നടക്കുന്നത്. എന്തായാലും എം.എ. ബേബിയെ പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയപ്പോൾ ജെയ്ക്കിനെയും അറസ്റ്റ് ചെയ്യാതെ പോയ പോലീസിനെ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യിപ്പിച്ചു എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം അങ്ങനെയാണ് ഇന്നലത്തെ ആ ദൃശ്യം കാണുമ്പോൾ മനസ്സിലാകുന്നത്. ഏതായാലും അങ്ങ് ഡൽഹി മുതൽ ഇങ്ങ് കേരളം വരെയുള്ള വിവിധ ഇടങ്ങളിലാണ് പ്രതിഷേധം നടന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ പല ഇടങ്ങളിലും ശക്തമായ പ്രതിഷേധം തന്നെയാണ് നടന്നത്. ആക്രമണമാണ് നടന്നതെന്ന് വേണമെങ്കിൽ പറയാം. പ്രതിഷേധം എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും, അത് ആക്രമണമായിരുന്നു. ആക്രമണം അതിരുവിടുകയായിരുന്നു. ശിവൻകുട്ടി അടക്കമുള്ളവർ അതൊരു ഒറ്റപ്പെട്ട സംഭവം എന്ന് വിശദീകരിച്ചാൽ പോലും അതൊരു ആക്രമണമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ നമുക്കറിയാം, ആക്രമണം ശക്തമാകുമ്പോൾ പലയിടങ്ങളിലും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അങ്ങ് ഡൽഹിയിലും കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ ജെയ്ക് തോമസിനെതിരെയും കേസ് വരുന്നുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. അതായത് ഉറങ്ങിപ്പോയ ചിലരൊക്കെ തന്നെ ഇവിടെ ഉണ്ട്, അതായത് പ്രതിഷേധം വന്നപ്പോൾ ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലായി. ആര്യ രാജേന്ദ്രനൊക്കെ തന്നെ അടിയൊക്കെ തുടങ്ങാറായപ്പോൾ നൈസ മുങ്ങിയിട്ടുണ്ട്. ഇന്നലെ തന്നെ ശിവൻകുട്ടി പറഞ്ഞിരുന്നു ബാച്ചായിട്ടാണ് വരുന്നത്. ആദ്യം ഒരു ബാച്ച് വന്നു, പ്രതിഷേധിച്ചു പോയി. രണ്ടാമത്തെ ബാച്ച് വന്നു. പക്ഷേ ഏറ്റവും കൂടുതലും അവസരം കിട്ടിയതും ഏറ്റവും കൂടുതലും പോലീസ് കേസ് വന്നതും ഈ രണ്ടാമത്തെ ബാച്ചിലെ ആളുകൾക്കാണ് എന്നുള്ളതാണ്. ആദ്യത്തെ ബാച്ചിലായിരുന്നു മുൻ മേയറും മുൻ എം.എൽ.എയും ഒക്കെ ആയിരുന്ന ആര്യ രാജേന്ദ്രന്റെ ഭർത്താവും ഒക്കെ ഉണ്ടായിരുന്നത്. കുത്തിയിരിപ്പ് സമരത്തിൽ പങ്കെടുത്ത് തടി കേടാകാതെ കേസൊന്നും ഇല്ലാതെ നൈസ മാറിയിട്ടുണ്ട്. പിന്നീട് മഷിയിട്ട് നോക്കിയാൽ പോലും കാണാത്ത വിധത്തിൽ ആര്യ രാജേന്ദ്രൻ അവിടെ കണ്ടില്ല. പലരും പറഞ്ഞ ട്രോൾ എന്ന് പറയുന്നത് സമരം വന്നതെങ്കിൽ നന്നായി, അതിന്റെ പേരിലെങ്കിലും പുറത്തേക്ക് ഇറങ്ങാമല്ലോ, 4 ആൾ കാണുമല്ലോ എന്നുള്ളതാണ്. ഏതായാലും പ്രതിഷേധം ശക്തമാകുമ്പോൾ കണ്ടാൽ അറിയുന്ന 300 പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്ന ചോദ്യം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഇതിൽ കഴിയുന്നില്ല. ഇനിയും ഇ.ഡി വരാനുള്ള സാധ്യതയാണ് ഇപ്പോഴും ഉണ്ടാകുന്നത്. പക്ഷേ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കമന്റും പറയാത്തത് മുൻ മുഖ്യമന്ത്രിക്ക് പഠിക്കുന്ന ഈ ശൈലി അത്ര നല്ലതല്ല എന്നുള്ള വിമർശനവും ഉയരുന്നുണ്ട്.